ഒരു 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 ചെറുക്കനും പെണ്ണും, വലിയ പ്രായമില്ല, 2 ചെറിയ കുട്ടികളുണ്ട്. പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ ചെറുക്കനോട് ഞാൻ ചോദിച്ചാ, എടാ ഇതാരാ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ? അച്ഛാ പ്രശ്നം ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ. ഞാൻ ചോദിച്ചാ എന്താ നിന്റെ അമ്മയുടെ പ്രശ്നം? അച്ഛാ ഞാനും എൻ്റെ ഭാര്യയും കല്യാണം കഴിച്ച അന്ന് മുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കും. അച്ഛാ കല്യാണം കഴിച്ച ആദ്യ നാളുകൾ മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. അച്ഛാ ഇത് വലിയൊരു പ്രതിസന്ധിയാ അച്ഛാ, ഞങ്ങളുടെ കുടുംബ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല. ഈ പെണ്ണ് പറയുവാണ്, കല്യാണം കഴിച്ച ആദ്യ നാളുകളിൽ മധുവിധുവിന്റെ സ്നേഹത്തിന്റെ കാലഘട്ടമല്ലേ, ഈ പെണ്ണിനെ രാത്രി 11:30-12 മണി വരെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകിപ്പിക്കും. നീ ഇപ്പൊ പോകണ്ട മുറിയിലോട്ട്. ഈ പെണ്ണ് പറയുവാ, എന്നെ അവിടെ പിടിച്ചു നിർത്തും, എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ഭർത്താവ് കുറേ നേരം എന്നെ കാത്തിരുന്നിട്ട് കിടന്നുറങ്ങിപ്പോകും. മധുവിധു കാലഘട്ടം മുഴുവൻ പാത്രം കഴുകി തീർത്ത കാലഘട്ടമായിരുന്നു എൻ്റേത്. പെണ്ണ് പറയുക. ഞാനിതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ അമ്മ എങ്ങനെ അങ്ങനെ ഒരു അമ്മയായി മാറി? എൻ്റെ വീട്ടിലും നിന്റെ വീട്ടിലും ഇങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ ആ വ്യക്തി അങ്ങനെയായി മാറി, എന്താ കാരണം ചോദിച്ചു വന്നപ്പോൾ ഇവർ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു. അച്ഛാ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം 18 വയസ്സ് തികയുന്ന നാളുകളിൽ കേരളത്തിൽ നിന്ന് ഈ പറഞ്ഞ പ്രദേശത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ. 18 വയസ്സാകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, അച്ഛാ ജീവിതത്തിന്റെ നല്ലൊരു പ്രായം ഒന്നും ജീവിതം ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം അച്ഛാ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ കാലഘട്ടമായിരുന്നു. ജീവിതത്തിൽ ഇന്നോളം ജീവിത പങ്കാളിയുമായിട്ട് സ്നേഹത്തോടെ ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റിയ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മയ്ക്ക്. ഇപ്പൊ പ്രായമേറെയായി, പക്ഷേ ഉള്ളിലുള്ള അനുഭവം എന്താണെന്നറിയാവോ? എനിക്ക് കിട്ടാത്തത് ഇവർക്കും കിട്ടണ്ട, എനിക്ക് കിട്ടാത്തത് ഇവർക്കും കിട്ടണ്ട. എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം ഞാനിങ്ങനെ മുറിവേറ്റും സങ്കടപ്പെട്ടും ജീവിച്ചതായതുകൊണ്ട് നിങ്ങൾക്കും കിട്ടണ്ട. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഒരു അമ്മായിയമ്മയുടെയോ നമ്മുടെ കുടുംബത്തിലുള്ള പ്രായമുള്ളവരുടെ മാത്രം കാര്യമൊന്നും അല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും സ്വഭാവ രീതിയാണ്. മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. പറഞ്ഞേ, മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ഹല്ലേലൂയ.